എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വെറുക്കുന്ന മനുഷ്യൻ, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പരാജിതനായ ഒരു മനുഷ്യൻ. 35 വർഷം പ്രവാസ ലോകത്ത് ജോലി ചെയ്തിട്ടും വീണ്ടും നാട്ടിൽ വന്ന് കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന പമ്പര വിട്ടിയായ മനുഷ്യൻ. കുറഞ്ഞ വർഷങ്ങൾ പ്രവാസ ജീവിതം നയിച്ചൊരൊക്കെയും നാട്ടിൽ കൂറ്റിൻ ബംഗ്ലാവുകൾ കെട്ടിയുയർത്തുമ്പോൾ കഷ്ടിച്ച് 1.5 നില കെട്ടിവെച്ച വീട്ടിൽ നിന്നും ദിനവും കൂലിപ്പണിയെടുക്കാൻ പോകുന്ന ഭൂലോക പരാജയമായ ഒരു മനുഷ്യൻ. വെറുപ്പ് കൂടിയപ്പോൾ ഒരിക്കൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ മകനായതിൽ നാണിക്കുന്നു. കൂട്ടുകാരൻ ഏർപ്പെടുത്തിയ വിസ കയ്യിൽ പിടിച്ച് എല്ലാവരോടും യാത്ര ചോദിക്കുമ്പോൾ ഉള്ളു നിറയെ ആ മനുഷ്യന് എങ്ങനെയാണ് കാശുണ്ടാക്കേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കണം എന്ന് മാത്രമായിരുന്നു. എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ചുംബിച്ച് യാത്ര ചോദിച്ചു. എല്ലാവരും കരഞ്ഞു, അയാൾ ഒഴികെ. ആ കണ്ണുകൾ ചുവന്നു കിടന്നു, ചത്ത കണ്ണുകളെപ്പോലെ. പക്ഷെ ഒരു തുള്ളി പോലും നിറഞ്ഞിരുന്നില്ല. കെട്ടിപ്പിടിക്കാൻ അടുത്തേക്ക് വന്നതും ഞാൻ കൈകൾ പിടിച്ചു കുലുക്കി പോയിട്ട് വരാമെന്ന് പറഞ്ഞു വീട്ടിൽ നിന്നിറങ്ങി. പോകാൻ സമയം ഒന്നുകൂടി ഞാൻ ആ മുഖത്തേക്ക് പുച്ഛത്തോടെ നോക്കി. നിങ്ങളെപ്പോലെ ഞാൻ ആവില്ല മനുഷ്യ എന്ന് മനസ്സുകൊണ്ട് ഉറക്കെ പറഞ്ഞു. ഇന്നൊരു വർഷം തികയുന്നു. വരുമ്പോൾ വിസയ്ക്ക് മേടിച്ച കടത്തിന്റെ ബാക്കി ഇനിയും തീർക്കാനുണ്ട്. മറ്റു കടങ്ങൾ വേറെയും. പ്രവാസിയായി എന്ത് സമ്പാദിച്ചു എന്ന് ചോദിച്ചാൽ പറയാൻ ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ: എന്റെ ഉപ്പാന്റെ സ്നേഹം എന്നുള്ള അറിവ് സമ്പാദിച്ചു. ആ മനുഷ്യൻ സത്യമായിരുന്നു എന്ന അറിവ് നേടിയെടുത്തു. മടുത്തു, വയ്യ, എല്ലാം മതിയാക്കി നാട്ടിലേക്ക് പോകണം. ആ മനുഷ്യന്റെ കാലിൽ വീണ് മാപ്പ് ചോദിക്കണം. ആ കൈകളിൽ മുഴിച്ചു നിൽക്കുന്ന കട്ടിത്തഴമ്പിൽ ഒരുപാട് മുത്തങ്ങൾ നൽകണം. ഒരു വീട് വെക്കാൻ സാധിച്ചതെങ്ങനെയെന്ന് അത്ഭുതത്തോടെ ചോദിക്കണം. എത്ര കാലം അതിനായി പട്ടിണി കിടന്നുവെന്ന് നെഞ്ചുപൊട്ടി ചോദിക്കണം. ഉപ്പ വെച്ച വീട്ടിൽ നെഞ്ചും വിരിച്ച് അഭിമാനത്തോടെ കിടക്കണം. ഒരു നോക്കുകൊണ്ട് പോലും നോവിക്കാതെ നോക്കണം. വളരെ മനോഹരമായ ഈയൊരു ശബ്ദ സന്ദേശത്തിൽ നമുക്ക് ചേർത്ത് വെക്കേണ്ട ഒരു വളരെ പ്രസക്തമായിട്ടുള്ള കുറച്ചൊരു ചിന്തകൾ കൂടി ഞാൻ ചേർത്ത് വെക്കട്ടെ. 4-ാം വയസ്സിൽ മകന് തോന്നും എൻ്റെ ഉപ്പ മഹാനാണെന്നൊക്കെ. 6 വയസ്സാകുമ്പോൾ അവനറിയും ഉപ്പാക്ക് ഒരുപാട് പരിചയക്കാരുണ്ടെന്ന്. 10 വയസ്സുകാരൻ്റെ ഒരു പിരുപിരുപ്പുമായിട്ട് നടക്കുമ്പോൾ ഉപ്പാനെ പറ്റിയുള്ള അഭിപ്രായം ഒന്ന് മാറും. കാര്യം ഉപ്പ സ്നേഹമുള്ളവനാണെങ്കിലും ഇത്തിരി മുൻകോപിയാണ്. ഒരു 12 വയസ്സെത്തുമ്പോൾ അവൻ പറയും, കുട്ടിയായിരുന്നപ്പോൾ ഉപ്പ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഒരു 14 വയസ്സാകുമ്പോൾ മകൻ ഉറപ്പിക്കും, ഉപ്പാനെ കൊണ്ട് ഒന്നും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. ഒരു 16-ലെത്തുമ്പോൾ അവൻ തിരിച്ചറിയും, ഉപ്പാൻ്റെ ചിന്തകളൊന്നും ഒരു കാലത്തിനും യോജിക്കാത്തതാണ്, ഒരു പഴഞ്ചനാണ്. ഒരു 18 ഉപ്പാൻ്റെ തല തിരിഞ്ഞ ചിന്തകളൊക്കെ അസഹനീയമായി തോന്നും. ഒരു 20-ലെത്തുമ്പോൾ ഈ അവസ്ഥ ഒന്നുകൂടി മുറുകും. അങ്ങനെ ഉമ്മാനോട് ചോദിക്കും, എങ്ങനെ ഇതൊക്കെ സഹിച്ച് പോണത്? പിന്നെ കുറച്ചുകൂടി കഴിയുമ്പോൾ ഒരു 30 പതുക്കെ മനസ്സിലാക്കും, തൻ്റെ മകനെ ഒന്ന് നിലക്ക് നിർത്താൻ താൻ എത്ര ബുദ്ധിമുട്ടുന്നു. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഉപ്പാനൊക്കെ എന്ത് പേടിയായിരുന്നു, ഒന്നും എൻ്റെ മക്കൾക്കൊന്നൊരു പേടിയില്ലല്ലോ. ഒരു 40 തോന്നും, ഉപ്പ എത്ര ചിട്ടയിലാണ് എന്നെ വളർത്തി വലുതാക്കിയതെന്ന്. ഞാനും എൻ്റെ മോനെ ഇതുപോലെ തന്നെ വളർത്തുന്നൊക്കെ തോന്നും. 45-ലെത്തുമ്പോൾ ആകെ ഒരു ചിന്താകുഴപ്പം പിടിപെടും, എങ്ങനെയാണ് ഉപ്പ ഞങ്ങളെയൊക്കെ വളർത്തിയതാവോ. 50-ലെത്തുമ്പോൾ അറിയാം, ഉപ്പ മക്കൾ വളർത്താനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ എത്രമാത്രം കഷ്ടപ്പാടുകൾ അനുഭവിച്ചിരുന്നു. പടച്ചോനെ, ആകെ ഒരു കുട്ടി മാത്രമായിട്ട് എനിക്ക് ഇതൊന്നും ശരിയായിട്ട് നോക്കാൻ പോലും എൻ്റെ കുട്ടിനെ കഴിയുന്നില്ലല്ലോ. ഒരു 55 വയസ്സാകുമ്പോൾ മകൻ ഇങ്ങനെ ചിന്തിക്കും, ഉപ്പാക്ക് എന്തൊരു ദീർഘവീക്ഷണമായിരുന്നു, എനിക്കായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഒരുക്കി വെച്ചിരുന്നു, പഠനാവശ്യങ്ങൾക്കൊക്കെ എത്ര സുഖകരമായിരുന്നു നടന്നത്. ഇങ്ങനത്തെയൊക്കെ ഒരു ഉപ്പ ആർക്കും ഉണ്ടാവില്ല എന്ന് അപ്പം തോന്നും. പിന്നെയൊക്കെ ഒരു ഷഷ്ടി പൂർത്തിയാകുമ്പോൾ മകനറിയും, ഉപ്പൊരു വലിയ സംഭവം തന്നെയായിരുന്നു. ഒരു 56 വയസ്സൊക്കെ കഴിയുമ്പോൾ മകൻ ആദ്യത്തെ അവൻ്റെ അറിവിൻ്റെ നിറവിലേക്ക് വീണ്ടും ഇങ്ങനെ ഉയരുകയാണ്. കാലം ആ സമയം അല്ലെ, ആ സത്യം ഇങ്ങനെ സമയമെടുത്ത് നമ്മളെങ്ങനെ പഠിപ്പിക്കും. ഈ ഒരു ദവാറ എന്ന് അറബിയിൽ പറയും, ഒരു ചാക്രിക
തിരിച്ചറിവിലേക്ക് മനുഷ്യൻ എത്തുമെന്ന് പറഞ്ഞു. അതിനെ ചേർത്ത് വെക്കുന്ന ആ ഒരു ശബ്ദമാണ് നമ്മൾ നേരത്തെ കേട്ടത്. ഒരു പ്രവാസിയായ ഉപ്പയെക്കുറിച്ചുള്ള ഒരു മോൻ്റെ ധാരണയാണ് നമ്മൾ ആ വോയിസിലൂടെ കേട്ടത്. അതിനെ സാധൂകരിക്കുന്ന വാക്കുകളാണ് സലാം സാറ് കൂട്ടിച്ചേർത്തത്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ചിന്തിക്കുക അതാണ്. ഓരോ ഘട്ടത്തിലൂടെ നമ്മളെ പ്രായം കടന്നു പോകുമ്പോൾ വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ പ്രത്യേകിച്ച് ഉപ്പമാരെക്കുറിച്ച് നമ്മുടെ ചിന്തയിലുണ്ടാവുക. അപ്പം അങ്ങനെ ഒരു പരാജിതനായ ഒരു പ്രവാസിയുടെ മകനാണ് ആദ്യത്തെ വോയിസിലൂടെ നമ്മൾ കേട്ടത്. അപ്പോൾ ആ മകൻ വിചാരിക്കുകയാണ് എൻ്റെ ഉപ്പ എത്രയോ പരാജയമാണ്. കാരണം ചുറ്റുപാടത്ത് നോക്കുമ്പോൾ പല ആളുകളും ഗൾഫിൽ പോയി നന്നായവരുണ്ട്, നന്നായി സമ്പാദിച്ചു വന്നവരുണ്ട്, വലിയ വീടുകളും ആഡംബര കാറുകളൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷേ പിന്നീട് മകൻ ആ പൊസിഷനിലേക്ക് എത്തുമ്പോഴാണ് എൻ്റെ ഉപ്പ ഇത്രയെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ എത്ര കഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ആ ഒരു വോയിസിലൂടെ. നമ്മൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് പിന്നെ നമ്മുടെ മുന്നേ നടന്നവർ നമ്മളെക്കാൾ അനുഭവമുള്ളവരാണ്. അപ്പോൾ അവർ പഠിച്ച ജീവിതത്തിൽ നിന്നാണ് അവർ നമ്മളെ എന്ത് ചെയ്യുന്നത്, നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ അവർ പരിചരിക്കുന്നതും ആ അനുഭവം വെച്ചാണ് പലപ്പോഴും നമ്മോട് അഡ്വൈസുകൾ തരുന്നത്, ഉപദേശങ്ങൾ തരുന്നത്. നമുക്ക് കാണുന്നതൊക്കെ ചെറുപ്രായങ്ങളിലൊക്കെ എല്ലാം നല്ലതാണെന്ന് തോന്നും. അല്ലെങ്കിൽ എന്താ എനിക്കത് ചെയ്താൽ, അല്ലെങ്കിൽ എനിക്കെന്താ അത് വാങ്ങിച്ചു തന്നാൽ, എന്താ ഞാൻ അങ്ങോട്ട് പോയാൽ എന്താ എന്നൊക്കെ പലപ്പോഴും നമ്മളെ മക്കൾക്ക് തോന്നും. പക്ഷേ പിന്നീട് ആ ഘട്ടം കഴിഞ്ഞ് അടുത്തൊരു ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് അറിയാം, അയ്യോ അതൊന്നും ചെയ്യാൻ പാടില്ലാത്തായിരുന്നു, എൻ്റെ ഉപ്പ പറഞ്ഞായിരുന്നു ശരി. അല്ലെങ്കിൽ ചില ആളുകൾ ഇത് ഉമ്മയെ അനുസരിക്കാതെ എന്ത് ചെയ്യും, ആ കാര്യങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ അത് പോയി വാങ്ങിക്കും, അല്ലെങ്കിൽ അങ്ങോട്ട് പോകും. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് പിന്നെ മനസ്സിലാക്കുക ശരിയായിരുന്നു, ഉപ്പ പറഞ്ഞത് ശരിയായിരുന്നു, അല്ലെങ്കിൽ ഉമ്മ പറഞ്ഞത് ശരിയായിരുന്നു. ഇപ്പോൾ സാറ് നേരത്തെ വായിച്ച പിന്നെ പോയിന്റുകളിൽ തന്നെ നമുക്കറിയാൻ പറ്റും. ചില ഘട്ടങ്ങളിൽ കുട്ടികൾ നമ്മളെക്കുറിച്ച് ധരിക്കുക, അല്ലെങ്കിൽ രക്ഷിതാക്കളെ കുറിച്ച് ധരിക്കുക എൻ്റെ ഇപ്പോൾ പഴഞ്ചൻ ചിന്താഗതിയാണ്, ഇപ്പോഴും അവർ പഴഞ്ചൻ ഇതിലാണ് പോകുന്നത്. പക്ഷേ പഴഞ്ചൻ എങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്, അവർക്കറിയാം അത് നമ്മൾ മറ്റൊരു ഘട്ടത്തിലേക്ക് പോയാൽ അത് ആപത്താണ്, അല്ലെങ്കിൽ നമുക്ക് അപകടമാണ്, അല്ലെങ്കിൽ നമുക്കത് മതപരമായിട്ട് അനുവദിക്കാത്ത സംഭവമാണ്. പക്ഷേ മക്കളത് തിരിച്ചറിയണമെങ്കിൽ അവർ ആ ഒരു ഏജിൽ എത്തണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർക്ക് പിന്നെ മക്കളായി വരണം. ആ മക്കൾ വളർന്നു വരുന്ന സാഹചര്യത്തിലാണ് എൻ്റെ ഉപ്പ എങ്ങനെയാണ്. അപ്പോഴേക്കും ആ തിരിച്ചറിവ് വരുമ്പോഴേക്കും ഒരു പക്ഷേ ഉപ്പയായിട്ട് മുന്നിൽ കാത്തു നിൽക്കാൻ ഉണ്ടായിക്കോണമെന്നുണ്ടായിക്കോണം. ഉപ്പാൻ്റെ ജീവിത ചക്രം പൂർത്തിയാക്കി ഉപ്പ തിരിച്ചു പോയിട്ടുണ്ടാവും. അതെ. പിന്നെ ഇങ്ങനെയുള്ള ഈ ഒരു റൊട്ടേഷനാണ് ശരിക്കും ജീവിതം. ആ ജീവിതത്തിനിടയിൽ പരസ്പരം ആർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ അവിടെയാണ് വിജയമുള്ളത്. അല്ലാത്ത ആളുകൾ പിന്നെ ആ ഖേദത്തിൻ്റെ ആ മറവിലും ആ ഖേദത്തിൻ്റെ ഒരു വലയിലും ഇങ്ങനെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ പോകും ജീവിതം. എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും നമ്മുടെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും അടുത്ത ആൾക്കാർ ഒരിക്കലും നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുക്കില്ല അല്ലേ. മിനിമം നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. എനിക്ക് ഗുണകരമാകുന്നതേ എൻ്റെ ഉപ്പ ചിന്തിക്കുകയുള്ളൂ. ഒരിക്കലും ഉപ്പ കഷ്ടപ്പെട്ടാലും എന്നെ കഷ്ടപ്പെടുത്തൂല എന്ന് നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ എൻ്റെ ഉപ്പ അങ്ങനെ അത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു ഹയർ ഉണ്ടാവും, അതൊരു ഗുണമുണ്ടാകും. അങ്ങനെ കുട്ടികൾ ചിന്തിക്കാൻ തുടങ്ങിയാണെങ്കിൽ എത്ര മനോഹരമായിരിക്കും കാര്യങ്ങൾ അല്ലേ. അവർക്കത് മനസ്സിലാക്കാൻ എളുപ്പം പറ്റും അങ്ങനത്തെ ഒരു പോയിന്റിലേക്ക് അവരുടെ ചിന്ത പോവുകയാണെങ്കിൽ. അപ്പോൾ എനിക്കത് ഗുണകരമാവുന്നതാണെങ്കിൽ എൻ്റെ ഉപ്പ വാങ്ങിച്ചു തരും, അല്ലെങ്കിൽ എന്നെ അതിന് പോകാൻ അനുവദിക്കും, അല്ലെങ്കിൽ എനിക്കത് ചെയ്തോളം സമ്മതം തരും. അപ്പോൾ അത് അവിടെ എന്തോ എനിക്ക് പറ്റാത്ത ഒന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കത് ആവശ്യമില്ലാത്തതായിരിക്കാം.